നല്ല പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കിയാലോ? നമുക്ക് അരിയൊന്നും കുതിർക്കാതെ എളുപ്പത്തിൽ ഈ പാലപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് മുതൽ പാലപ്പം ഉണ്ടാക്കി തീരുന്നവരെ നോക്കിക്കൂ, 2 മണിക്കൂറിനകത്ത് കാര്യം കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ? നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ. കുറച്ച് തേങ്ങ, ചോറിനേക്കാൾ അല്പം കൂടുതൽ അവിലെടുത്തിട്ടുണ്ട്, ഈസ്റ്റ്, പിന്നെ പഞ്ചസാര, ബ്രൗൺ ഷുഗറാണ് അത് ആ കളറായിട്ടിരിക്കുന്നത്. ഈ കാണിച്ച എല്ലാ മിക്സും കൂടെ നമ്മളൊരു ബൗളിനകത്തോട്ട് ഇടുക. അതായത് അരയ്ക്കൊന്നും വേണ്ട, ചുമ്മാ ബൗളിനകത്തോട്ട് ഇടുക. ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങാവെള്ളവും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് കുതിരുന്ന ഭാഗത്തിന് ആക്കി വയ്ക്കുക. അതായത് കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുതിരാൻ ഭാഗത്തിന് ആക്കി വയ്ക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, കാരണം ഓരോ അരിപ്പടിയെ ഡിപ്പെൻഡ് ചെയ്ത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. സോ അതൊന്ന് ഇരിക്കുക. അതൊരു 1/2-3/4 മണിക്കൂർ ഒന്ന് അതുപോലെ വെച്ചേക്കുക, അരയ്ക്കാതെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ തന്നെ ഒന്ന് പുളിച്ച് തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യുക, 1/2-3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ബ്ലെൻഡറിനകത്തോട്ട് അതെടുത്ത് 1-2 തവണയായിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അത് അരയ്ക്കുക. ആ മാവ് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2-3/4 മണിക്കൂർ വീണ്ടും അതിനെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. ഫെർമെൻറ്റ് ചെയ്യാൻ ഇപ്പം നല്ല തണുത്ത അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ ഒന്നിൽ അവനിൽ നമ്മൾ കീപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ടെർമൽ കുക്കർ ഉണ്ടല്ലോ, ചാക്സൺ പോലുള്ള ടെർമൽ കുക്കറിനകത്തോട്ട് കീപ്പ് ചെയ്യുക. അതൊരു 1/2-3/4 മണിക്കൂറിനകത്ത് ഇതുപോലെ പൊന്തി വരും കേട്ടോ. തൊടുമ്പോൾ തന്നെ അതിൻ്റെ എയർ ബബിൾസ് എല്ലാം ഇങ്ങനെ പൊട്ടിയിട്ട് താന്നു പോകുന്ന രീതിയിൽ അത് പൊന്തി വരും കേട്ടോ. ഇതാണ് കറക്റ്റ് പാലപ്പത്തിൻ്റെ രീതിയിൽ ഫെർമെൻ്റ് ആവുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു നല്ല പോലെ ചൂടായിട്ട് ഒരു അപ്പപ്പായനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഇവിടെ നല്ലൊരു ഫിഷ് മോളിയുടെ കൂടെ ആട്ടോ കഴിക്കുന്നത്. അടിപൊളിയാണ്. ഫിഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സെറ്റ്.